Next question. How can we draw a shape in MS Word 2007? Click, drag, അത്രേ ഉള്ളൂ. ഇൻസേർട്ടില് ഷേപ്പ് ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ക്ലിക്ക്, എന്നിട്ട് ഡോക്യുമെന്റ് ഏരിയയിൽ വന്നിട്ട് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ക്ലിയർ. Then minimum font size that can be ഇതാണ് ആ ചോദ്യം. Minimum font size can be given by typing in the font dialog box or toolbar. ഫോണ്ട് ഡയലോഗ് ബോക്സിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന മിനിമം ഫോണ്ട് സൈസ് എന്ന് വെച്ചാൽ 1 വന്നിട്ടുണ്ട് 8 വന്നിട്ടുണ്ട്. അപ്പൊ കൺഫ്യൂസ് ആയി പോവരുത്. ടൈപ്പിംഗ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണ്ടേ. സോ 1. ഓക്കെ, ക്ലിയർ. Then അടുത്തത്, which of the following is the correct file extension in file names of MS Excel 2007 file? ഏതാണ്? 2007 എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഡിഫോൾട്ട് എക്സ്റ്റൻഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. .xlsx എന്നാണ്. ലാസ്റ്റത്തെ എക്സ് എന്തിനു വേണ്ടിയിട്ടാണ്? XML സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ടുള്ളതാണ്. Then അടുത്തത്, if we create a hyperlink in a word, the word will change in ഏത് കളറിലേക്കാണ്? ബ്ലൂ കളറിലേക്കാണ് മാറുക. അതിനൊരു ബ്ലൂ കളർ ഉണ്ടായിരിക്കും, അതിനൊരു അണ്ടർലൈൻ ഉണ്ടായിരിക്കും. നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് കാണിക്കും? കൺട്രോൾ പ്ലസ് ക്ലിക്ക് ടു ഫോളോ ലിങ്ക് എന്ന് കാണിക്കും. അവിടെ വരുന്ന മോഡിഫയർ കീ കൺട്രോൾ ആണെന്ന് ഓർക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൺട്രോളിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് കാണിക്കും? നമ്മളുടെ കഴ്സർ എന്തായിട്ട് മാറും? ഒരു ഹാൻഡ് സിമ്പിൾ ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. ചിലപ്പോ ഈ ഹാൻഡ് സിമ്പിൾ സാധാരണ നമ്മൾ ഫോട്ടോഷോപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഹാൻഡ് സിമ്പിൾ നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കാനൊക്കെ, പിടിച്ച് നീക്കിയിടുന്ന ആ പരിപാടിക്കൊക്കെയാണ് ഹാൻഡ് സിമ്പിൾ കാണിക്കുക. അപ്പോ PSC പക്ഷേ ഈ ഹൈപ്പർ ലിങ്കിനും ഹാൻഡ് സിമ്പിൾ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് എപ്പോഴും കൊടുക്കാറുള്ളത്. അത് ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹാൻഡ് വരുന്ന സമയത്ത് 5 വിരലും കാണിക്കത്തില്ല, ഇൻഡെക്സിങ് ഹാൻഡ് മാത്രമാണ് കാണിക്കുന്നത്. അപ്പൊ ഒരു ഇൻഡെക്സിങ് ഹാൻഡ് സിമ്പിൾ ആണെന്ന് ഓർക്കുക. ഇനി കുറച്ചും കൂടെ റയർ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ആ ഹാൻഡിന്റെ ഷേപ്പും കൂടെ ഓർത്തിരിക്കുക. ഇൻഡെക്സിങ് രീതിയിലുള്ള ഹാൻഡ് ആണുള്ളത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫോൾട്ട് ടാബ് സ്റ്റോപ്പ് ഇൻ MS Word 0.5 ആണ്. നമുക്ക് എപ്പോഴൊക്കെയാണ് ഓരോ ടാബ് ഇന്റർവെൽ ഉള്ളത്? ഓരോ 0.5 ഇഞ്ച് കൂടുമ്പോഴും നമുക്ക് ടാബ് സ്റ്റോപ്പ് ഉണ്ട്. അതൊരു ക്വസ്റ്റ്യൻ തെറ്റിക്കാനായിട്ട് തന്നെ ഉണ്ട്. അറ്റ് എവരി എന്ന് കണ്ടു കഴിഞ്ഞാൽ അറ്റ് എവരി അല്ല, അറ്റ് എവരി ഹാഫ് ആണ്. അറ്റ് എവരി ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇഞ്ച് കൂടുമ്പോഴും നമുക്ക് ടാബ് സ്റ്റോപ്പ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. നമുക്ക് ഓരോ ഇഞ്ച് കൂടുമ്പോഴും അല്ല, ഓരോ ഹാഫ് ഇഞ്ച് കൂടുമ്പോഴുമാണ് ടാബ് സ്റ്റോപ്പ് ഉള്ളത്. 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? 2.54 2.54 അപ്പൊ 0.5 എന്ന് പറയുന്നത് 1.27 ആണ് എന്നുള്ളത് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. ചിലപ്പോൾ സെന്റിമീറ്റർ രീതിയിലും ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is the shortcut key for delete the selected item permanently without placing an item in a recycle bin? ഏതാ? ഷിഫ്റ്റ് ഡിലീറ്റ്. നമ്മൾ സാധാരണ രീതിയിൽ ഡിലീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എവിടാ ചെന്ന് കിടക്കുന്നത്? റീസൈക്കിൾ ബിന്നിലാണ്. ആ റീസൈക്കിൾ ബിന്നിൽ പോവാതെ ഡയറക്റ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഷിഫ്റ്റ് ഡിലീറ്റ് ഉപയോഗിക്കുക. റീസൈക്കിൾ ബിന്നിലുള്ള കണ്ടന്റിനെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാം. അങ്ങനെ തിരിച്ചെടുത്ത് അതിന്റെ ഫയൽ ലൊക്കേഷനിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സിന് എന്താ പറയാ? റീസൈക്കിൾ ബിന്നിലുള്ള കണ്ടന്റിനെ തിരികെ വിളിക്കുന്നത് റീസ്റ്റോറിംഗ്. ഓക്കെ, ദെൻ 27ാമത്തെ ക്വസ്റ്റ്യൻ. Key or key combination will move the insertion point to the bottom of your document. ബോട്ടം ഓഫ് ഡോക്യുമെന്റിൽ പോകാനുള്ള ഷോർട്ട് കട്ട് ഏതാ? എഴുതിയോ? ബോട്ടം ഓഫ് ഡോക്യുമെന്റ്. ബോട്ടം മീൻസ് ഇവർ എന്താണ് ഉദ്ദേശിച്ചേക്കണേ? ഇല്ലെങ്കിലും ഈ ബോട്ടം ഓഫ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ എൻഡ് ആണ് ആൻസർ വരണേ. ബോട്ടം ഓഫ് ഡോക്യുമെന്റ് മീൻസ് എൻഡ് ഓഫ് ഡോക്യുമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. കൺട്രോൾ എൻഡ് ആണ് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന ആൻസർ കീയിലും ഉണ്ടായിരുന്നത്. പേജ് ഡൗൺ എന്താ? 1 സ്ക്രീൻ ഡൗൺ. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിന്റെ തൊട്ട് താഴെ അത്രയും വരുന്ന ഭാഗമായിരിക്കും കാണിക്കുക. 1 സ്ക്രീൻ ഡൗൺ ആണ് പേജ് ഡൗൺ. കൺട്രോൾ പേജ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ 1 പേജ് ഡൗൺ ആണ്. ഇപ്പൊ നിൽക്കുന്നത് 1ാമത്തെ പേജിലാണ്. നമ്മൾ കൺട്രോൾ പേജ് ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ 2ാമത്തെ പേജിലേക്ക് പോകും. ഓക്കെ ആണോ? ഓക്കെ, കൺട്രോൾ എൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ഡോക്യുമെന്റിലേക്കാണ് പോവുക. ഓക്കെ, ഇതിന്റെ കൂടെയൊക്കെ ഷിഫ്റ്റ് വന്ന എന്ത് വരും? കൺട്രോൾ ഷിഫ്റ്റ് എൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടം വരെ സെലക്ട് ചെയ്ത് പോവും. ഷിഫ്റ്റ് പേജ് ഡൗൺ ആണെങ്കിൽ 1 സ്ക്രീൻ ഡൗൺ അത് സെലക്ട് ചെയ്തുകൊണ്ട് പോവും.
കൺട്രോൾ ഷിഫ്റ്റ് പേജ് ഡൗൺ ആണെങ്കിൽ 1 പേജ് ഡൗൺ അതെന്ത് ചെയ്യും, സെലക്ട് ചെയ്തോണ്ട് പോകും. ഓക്കെ ആണല്ലോ. സെലക്ട് വന്നു കഴിഞ്ഞ ഒരു പേജ് ഡൗൺ, ഒരു സ്ക്രീൻ ഡൗൺ ആണ് പേജ് ഡൗൺ. ഒരു സ്ക്രീൻ താഴേക്ക് പോകുന്നതിനാണ് പേജ് ഡൗൺ. ഒരു പേജ് തന്നെ ഒന്നാമത്തെ പേജിലാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതാണ് കൺട്രോൾ പേജ് ഡൗൺ. എക്സലിൽ വരുന്ന സമയത്ത് നമ്മൾ നെക്സ്റ്റ് ഷീറ്റിലേക്ക് പോകുന്നത് കൺട്രോൾ പേജ് ഡൗൺ ആണ്. പ്രീവിയസ് ഷീറ്റിലേക്ക് പോകുന്നത് കൺട്രോൾ പേജ് അപ്പ് ആണ്. അത് ഞാൻ അവിടെ പഠിപ്പിക്കാം. ഓക്കെ, ഇപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം മനസ്സിലായല്ലോ. പേജ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയേ, ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇത്രയും ഭാഗങ്ങൾ കാണാം. ഇതൊരു ഡോക്യുമെന്റ് ആണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഇത്രയും കാണാൻ പറ്റും. ഇതാണ് ഒരു സ്ക്രീൻ ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ പേജ് ഡൗൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ശേഷം പേജ് ഡൗൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 27 എന്ന് പറയുന്ന സ്ലൈഡിന് തൊട്ട് താഴെ വരുന്നതായിരിക്കും പിന്നെ ആ സ്ക്രീനിൽ കാണാം. ഇപ്പൊ സ്ലൈഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഡോക്യുമെന്റ് ആണെങ്കിൽ ഇവിടം വരെ എന്ത് കണ്ടന്റ് ആണോ എഴുതി നിർത്തിയിട്ടുള്ളത് അതിന് താഴെയുള്ള കണ്ടന്റ് തൊട്ട് ഇവിടം വരെ കാണിക്കും. ഓക്കെ ആണോ? ഒരു സ്ക്രീൻ താഴേക്ക് പോയിട്ടായിരിക്കും അത് കാണിക്കും. ഓക്കെ ആണോ? ഹൈപ്പർ ലിങ്കിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the step to send a word document as an email from the word document? ഏതാണ് ഓപ്ഷൻ? ഏതാ? ഞാൻ ഏതാ കൊടുത്തത്? ബി ആണ്. ഓഫീസ് ബട്ടൺ സെൻഡ് ഇമെയിൽ. ഓക്കെ, then അടുത്തത് maximum zoom size can be provided in MS Office. A 500 ആണ്. മിനിമം 10, ഡിഫോൾട്ട് 100. നമ്മൾ ആ സൂം അറേഞ്ച് ചെയ്യുന്ന ആ ഒരു മിനിമം 10, മാക്സിമം 500, ഡിഫോൾട്ട് 100. ഓക്കെ അല്ലേ? ഇല്ല, അതിനകത്ത് ചില ഓപ്ഷൻസ് പഠിച്ചാൽ മതിയായിരിക്കും. അതിനകത്ത് കാണാവുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്ന, അതൊക്കെ ഓർത്തിരുന്നാൽ മതി. മിസ്ലേനിയസ് ടോപ്പിക്സാ ഉണ്ട്. ഇതിനകത്ത് ഇല്ലാത്തത് ഏത് എന്ന് പഠിക്കണമെങ്കിൽ അതിനകത്തുള്ള കണ്ടന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് എല്ലാം പഠിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ട് പോകും. ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് ഈ സൂം സ്ലൈഡറിന്റെ കണ്ടന്റ് ആണ് ഇനി ചോദിക്കാൻ പോകുന്നത്. സൂം സ്ലൈഡറിന്റെ ലെഫ്റ്റ് പോയ എങ്ങനെ ഇരിക്കും, റൈറ്റ് പോയ എങ്ങനെ ഇരിക്കും, സെന്ററിൽ അത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതൊക്കെയാണ് ഇനി നോക്കേണ്ടത്. സൂമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ഇമേജ് ഏതാണ്, കുഞ്ഞ് ഐക്കൺ ഏതാ, ബട്ടൺ ഏതാന്നുള്ളത് നോക്കി പോണം. പിന്നെ ഇതിനകത്ത് വാല്യൂസ് ഏതാണെന്ന് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പഠിക്കേണ്ടതാണ്. പിന്നെ എല്ലാം പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ചോദിക്കും ഇതൊക്കെ പഠിക്കണമെന്ന്. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് പോയിന്റ് തരംതിരിക്കുമ്പോൾ കുറെയൊക്കെ നമ്മൾ മിസ്ലേനിയസ് എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടും. അങ്ങനെ വരുന്നതിനകത്താണ് ആ പോയിന്റുകളൊക്കെ വരുന്നത്. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ എഴുതിയേ പറ്റത്തുള്ളൂ, കാരണം സിലബസിനകത്ത് ഉള്ളതാണ്. അതുകൊണ്ടാണ് അത് കവർ ചെയ്തേക്കണേ. ഓക്കെ ആണോ? ഇനി സൂം സ്ലൈഡറിന്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ സെന്റർ പോർഷൻ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നേ? ഡിഫോൾട്ട്. ഇനി ഫ്രം സെന്റർ ടു റൈറ്റിലേക്ക് പോകുമ്പോ എന്താ സംഭവിക്കുക? സൂം ഇൻ ആണ്. സെന്റർ ടു ലെഫ്റ്റ് പോകുന്ന സമയത്ത് സൂം ഔട്ട് ആണ്. ഇനി സൂമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ഐക്കൺ ഏതാ? മാഗ്നിഫൈങ് ലെൻസ്. ചിലപ്പോ മാഗ്നിഫൈങ് ലെൻസ് എന്നായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ലെൻസ് എന്നായിരിക്കും. ഓക്കെ, then next question, which of the following help to reduce spelling error in word document? ഓട്ടോ കറക്റ്റ് ആണ് സ്പെല്ലിംഗ് എറർ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ നിന്നുള്ള ഒരു ചോദ്യം, ഇത് പറഞ്ഞ പോലെ സൂമിന്റെ കാര്യം പറഞ്ഞ പോലെ ഉള്ള ഒരു ചോദ്യമാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ സ്പെൽ ചെക്ക് ഡയലോഗ് ബോക്സ്? അതൊരു ചോദ്യമാണ്. സ്പെൽ ചെക്ക് ഡയലോഗ് ബോക്സിനകത്ത് ഇല്ലാത്ത ഓപ്ഷൻ ഏത് എന്നുള്ളത് വരാം. ഇല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഏത് വേണമെങ്കിൽ കയറി വരാം. അപ്പൊ ഇല്ലാത്തത് നമുക്ക് പഠിച്ചു വെക്കാൻ എളുപ്പമല്ല. ഉള്ളത് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 എണ്ണം ഉണ്ട്. ആ 6 എണ്ണവും നമുക്ക് പഠിച്ചു വെക്കാൻ എളുപ്പമല്ല. ഇതുവരെയും PSC ഇല്ലാത്തത് എന്ന് ചോദിച്ചു തരാറുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് റീനെയിം ആണ്. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് പഠിച്ചു വെക്കുക. സ്പെൽ ചെക്ക് ഡയലോഗ് ബോക്സിനകത്ത് റീനെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇനി
അതിനകത്തുള്ളത് ഇഗ്നോർ ഓൾ, ഇഗ്നോർ വൺസ്, ചേഞ്ച് ഓൾ, ഓട്ടോ കറക്റ്റ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് ഉള്ളത്. അത് ആ റിവ്യൂ ടാബിന്റെ ക്ലാസ്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സ്പെൽ ഡയലോഗ് ബോക്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. അപ്പൊ അതൊക്കെ ജസ്റ്റ് അതാണ് ഒബ്സർവേഷൻ സ്റ്റഡി. എന്തൊക്കെ കാണാം എന്നുള്ളത് നോക്കി വെക്കുന്നതാണ് ഒബ്സർവേഷൻ സ്റ്റഡി എന്ന് പറയണേ. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഇനി സ്പെല്ലിംഗ് എറർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് അണ്ടർലൈൻ ആണ് കിട്ടുക? റെഡ് ആണ്, റെഡ് അണ്ടർലൈൻ ആണ് കിട്ടുക. ഇനി റിപ്പീറ്റഡ് വേർഡ് ആണെങ്കിലോ റെഡ് ആണ്. ഗ്രാമർ മിസ്റ്റേക്ക് ആണെങ്കിലോ ഗ്രീൻ ബേബി അണ്ടർലൈൻ ആണ്. ഇനി സ്പെൽ ചെക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ക്വിക്ക് ആയിട്ട് എങ്ങനെ മനസ്സിലാക്കുന്നേ? ആഹാ, ഞാൻ ഓപ്ഷൻ പറയട്ടെ. ബൈ ലുക്കിംഗ് ഡോക്യുമെന്റ് ഏരിയ ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് ഡയറക്ട്ലി ലുക്കിംഗ് ടു ദി സ്റ്റേറ്റസ് ബാർ രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ബൈ സെലക്ടിങ് റിവ്യൂ ടാബ്, ബൈ സെലക്ടിങ് സ്പെൽ ചെക്ക് ഡയലോഗ് ബോക്സ്. നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് ബോത്ത് എ ആൻഡ് ബി. ഏതെടുക്കും? ബോത്ത് എ ആൻഡ് ബി എടുക്കും. ഇതുപോലൊരു ചോദ്യം ഇതുവരെ പി എസ് സിക്ക് വന്നിട്ടില്ല. ഇതുവരെ ചോദിച്ച് വന്നിട്ടുള്ളത് സ്റ്റേറ്റസ് ബാറിൽ നോക്കിയാൽ മതി എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ സ്പെൽ എറർ ഉണ്ടോ എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റസ് ബാറിൽ നോക്കുന്നതിന് മുമ്പേ നമ്മളുടെ ആ ഡോക്യുമെന്റിൽ എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർലൈൻ കാണിക്കും. അപ്പോൾ അണ്ടർലൈൻ കാണിക്കുന്നത് നമുക്ക് ക്വിക്ക് ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. അതുപോലെ സ്റ്റേറ്റസ് ബാറിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും എറർ ഉണ്ട് എന്നുള്ളത്. അപ്പോ ഡയറക്ട്ലി അല്ലെങ്കിൽ ക്വിക്ക് ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ആൻസറും കറക്റ്റ് ആണ്. അപ്പൊ ഏത് ആൻസർ എടുക്കണം? ബോത്ത് എ ആൻഡ് ബി എടുക്കേണ്ടതായിട്ട് വരും. അതായത് നമ്മുടെ ഡോക്യുമെന്റിൽ നോക്കിക്കഴിഞ്ഞാൽ റെഡ് അണ്ടർലൈൻ അല്ലെങ്കിൽ ഗ്രീൻ അണ്ടർലൈൻ കാണിക്കുന്നത് ശരിയാണ്, ഒറ്റ നോട്ടത്തിൽ കാണാം. സ്റ്റേറ്റസ് ബാറിൽ നോക്കിയാൽ തന്നെ നമുക്ക് അത് കാണാനായിട്ട് പറ്റും. അപ്പൊ രണ്ടും ശരിയാണ്. ഇനി സ്റ്റേറ്റസ് ബാറിനകത്ത് സ്പെല്ലിംഗ് എറർ ഉണ്ട് അല്ലെങ്കിൽ സ്പെല്ലിംഗ് എറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എററിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ എന്താ കൊടുത്തേക്കണേ? റെഡ് ക്രോസ് മാർക്ക് ആണ്. എല്ലാം ശരിയാണ്, പെർഫെക്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ബ്ലൂ ടിക്ക് മാർക്ക് ആണ്. ഓക്കെ.